MSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരുടെ ഭാരവാഹിത്വം മരവിപ്പിച്ചു. സംസ്ഥാന നേതൃത്വമാണ് അധ്യാപകരായ ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചത്. മുഹമ്മദ് അസ്ലം ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. മുഹമ്മദ്, എന്തുകൊണ്ടാണ് ഈ അധ്യാപകരായ ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അത് മരവിപ്പിച്ചത്? MSFന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കമ്മിറ്റിയിൽ നടന്നത്. അതിൽ അധ്യാപകരായ ചില രണ്ടുപേരെ ജനറൽ സെക്രട്ടറിയും ട്രഷററായി തെരഞ്ഞെടുത്തു. അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ആ ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. MSFന്റെ ജനറൽ സെക്രട്ടറി നജാഫൊക്കെ പങ്കെടുത്ത യോഗമാണ്. അതേസമയം ജില്ലയിലെ നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ നേതാക്കൾ അടക്കമുള്ള ആൾക്കാർ അതിനുവേണ്ടി ശാഠ്യം പിടിച്ചതിനെ തുടർന്നാണ് തീരുമാനത്തിലേക്ക് പോയത്. അതേസമയം ഇപ്പോൾ ആ തീരുമാനത്തെ, അതായത് അധ്യാപകരായ രണ്ട് ഭാരവാഹികളുടെ തെരഞ്ഞെടുത്ത് മരവിപ്പിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഭരണഘടനാ ഭേദഗതിയിലൂടെ MSF ഈ അധ്യാപകരായ ആൾക്കാർ, MSFിൽ തന്നെ അധ്യാപകർക്കും അംഗത്വം ഉണ്ടായിരുന്നു പ്രായപരിധി വെച്ചുകൊണ്ട്, അധ്യാപകരെ ഭാരവാഹിത്തിൽ നിന്നും ഭാരവാഹികളാകാൻ പാടില്ല എന്നൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിരുന്നു. അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പ്രധാന ഭാരവാഹികളാകാൻ പാടില്ല, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ പോലുള്ള പ്രധാന ഭാരവാഹിത്തിൽ വരാൻ പാടില്ല, സഹഭാരവാഹിത്വം വേണമെങ്കിൽ ആകാമെന്നാക്കി. അത് രണ്ടാം ഘട്ടത്തിലേക്ക് പൂർണ്ണമായും ഒരു ഭാരവാഹികളാക്കരുത്, അധ്യാപകരാക്കരുത് എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഭരണഘടനാ ഭേദഗതിയും അധ്യാപകരെ സംഘടനയിൽ നിന്നും മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അതിന്റെ ലംഘനം കണ്ണൂരിലുണ്ടായി. ജനറൽ സെക്രട്ടറിയും ട്രഷററും അധ്യാപകരായിരുന്നു. ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അവർ സംസ്ഥാനത്തിന് തീരുമാനം വന്നിട്ടുണ്ട്. അതേസമയം ജില്ലാ ലീഗ് നേതൃത്വം അവരെ നിലനിർത്തണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ MSFന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ചർച്ച നടത്തിയതെങ്കിലും ഒരു ധാരണ എഴുതാൻ സാധ്യതയുണ്ട്. ഈ അധ്യാപകർ ഈ കാലയളവിലേക്ക്, MSF ആയി തെരഞ്ഞെടുക്കപ്പെട്ട കാലയളവിലേക്ക് അവധി നൽകുകയാണെങ്കിൽ, അവധി നൽകി പൂർണ്ണമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മരവിപ്പ് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയ ജനറൽ സെക്രട്ടറിയും ട്രഷററിയും തെരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലാണ് MSF കണ്ണൂർ ജില്ലയിലുള്ളത്. എന്തായാലും അധ്യാപകരായ ഭാരവാഹിത്വം സംസ്ഥാന നേതൃത്വം മരവിപ്പിച്ചു.